അഗ്നിയെ വെള്ളം കൊണ്ട് ശമിപ്പിക്കാം. കുടയുണ്ടെങ്കിൽ സൂര്യതാപത്തിൽ നിന്ന് രക്ഷ നേടാം. തോട്ടി കൊണ്ട് മതിച്ച കൊമ്പനെയും നിലയ്ക്ക് നിർത്താം. ഔഷധം കൊണ്ട് രോഗത്തെ ഇല്ലാതെയാക്കാം. എന്നാൽ മൂർഖസമാനമായ സ്വഭാവത്തിന് മാത്രം ഔഷധമില്ലെന്നാണ് നീതിശാസ്ത്രം പറയുന്നത്. അറിവില്ലാത്തവർ 2 തരത്തിലുണ്ട്. അറിയില്ലെന്ന് സ്വയം അറിയുന്നവരും അറിയില്ലെങ്കിലും എല്ലാം അറിയുമെന്ന് കരുതുന്നവരുമാണ് ഈ 2 കൂട്ടർ. ഇതിൽ ആദ്യത്തെ കൂട്ടർക്ക് പരിഹാര ഔഷധമുണ്ട്. അറിയില്ല എന്നറിയുന്നത് കൊണ്ട് അത് അറിയാനായി പരിശ്രമിക്കും. അറിവുള്ള ഒരാൾ വിചാരിച്ചാൽ അവർക്ക് അറിവ് പകർന്നു നൽകുവാനും സാധിക്കും. എന്നാൽ രണ്ടാമത്തെ വിഭാഗത്തിന് ഒരുവിധ ഔഷധവും ഇല്ല. എല്ലാം അറിയാമെന്ന ഭാവമുള്ള അവരിൽ ആർക്കും അറിവിൻ്റെ വെളിച്ചം പകരാനാകില്ല. ഇനി ഗുരുവചനം കേൾക്കാം. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ തെറ്റ് താൻ സ്വഭാവത്തിൽ ദുർബലനാണെന്നും ദുഷ്ടനാണെന്നും കരുതുന്നതാണ്. ഓരോ മനുഷ്യനും അവന്റെ യഥാർത്ഥ സ്വഭാവത്തിൽ ദൈവികനും ശക്തനുമാണ്. ദുർബലതയും തിന്മയും അവന്റെ ശീലങ്ങൾ, ആഗ്രഹങ്ങൾ, ഭയം എന്നിവയാണ്. രമണ മഹർഷി. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ശിവ അപരാധ ക്ഷമാപണ സ്തോത്രം ചൊല്ലുന്നത് കേൾക്കാം. കിം യാനേന ധനേന വാജികരിഭിഃ പ്രാപ്തേന രാജ്യേന കിം കിം വാ പുത്രകളത്രമിത്രപശുഭിർദേഹേന ഗേഹേന കിം ജ്ഞാത്വൈതത് ക്ഷണഭംഗുരം സപദിരേ ത്യാജ്യം മനോ ദൂരതഃ സ്വാത്മാർത്ഥം ഗുരുവാക്യത്തോ ഭജ ഭജ ശ്രീ പാർവതി വല്ലഭം. കിം യാനേന ധനേന വാജികരിഭിഃ പ്രാപ്തേന രാജ്യേന കിം കിം വാ പുത്രകളത്രമിത്രപശുഭിർദേഹേന ഗേഹേന കിം ജ്ഞാത്വൈതത് ക്ഷണഭംഗുരം സപദിരേ ത്യാജ്യം മനോ ദൂരതഃ സ്വാത്മാർത്ഥം ഗുരുവാക്യത്തോ ഭജ ഭജ ശ്രീ പാർവതി വല്ലഭം. പൗരോഹിത്യം രജനിചരിതം ഗ്രാമണീത്വം നിയോഗോ മാഠാപഥ്യം ഹ്യനൃതവചനം സാക്ഷിവാദഃ പരാന്നം ബ്രഹ്മദ്വേഷഃ ഖലജനരതിഃ പ്രാണിനാം നിർദയത്വം മാ ഭൂദേവം മമ പശുപതേ ജന്മ ജന്മാന്തരേഷു. പൗരോഹിത്യം രജനിചരിതം ഗ്രാമണീത്വം നിയോഗോ മാഠാപഥ്യം ഹ്യനൃതവചനം സാക്ഷിവാദഃ പരാന്നം ബ്രഹ്മദ്വേഷഃ ഖലജനരതിഃ പ്രാണിനാം നിർദയത്വം മാ ഭൂദേവം മമ പശുപതേ ജന്മ ജന്മാന്തരേഷു.